പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിൽ പേര് പരാമർശിക്കപ്പെട്ട ഷാർജയിലെ അൽസത്താർ സ്പൈസസ് എന്ന സ്ഥാപനത്തിന് കേസുമായി ബന്ധമില്ലെന്ന് സ്ഥാപന അധികൃതർ. കേസുമായി ബന്ധപ്പെട്ട ആരെയും അറിയില്ല. ഫാസിൽ എന്ന പേരിൽ ആരും കടയിൽ ജോലി ചെയ്യുന്നില്ല. ഈന്തപ്പഴം, പലവ്യഞ്ജനം അടക്കമുള്ള സാധനങ്ങളാണ് വിൽക്കുന്നത്. ഈ കടയുടെ പേരിലുള്ള ഇൻവോയ്സിലായിരുന്നു വിമാനത്താവളത്തിൽ സാധനങ്ങൾ എത്തിച്ചതെന്നാണ് PS സരിത്തിന്റെ റിമാൻഡ് അപേക്ഷയിൽ പറയുന്നത്. ഷാർജയിലെ അൽസത്താർ എന്ന കടയിൽ നിന്ന് വാങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന വ്യാജേനയാണ് കേരളത്തിലേക്ക് സ്വർണം അയച്ചത്. കേസുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് കടയുടമ പറയുന്നത്. എങ്കിൽ ഇനി കുടുങ്ങുന്നത് ആരാകും? UAEയിലെ മറ്റു പലരും ഇതിലുണ്ടെന്ന് സൂചന. സ്വർണം അയച്ചു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ ഫാസിലിനെ അറിയില്ലെന്ന് ഇവിടെയുള്ള ജീവനക്കാർ പ്രതികരിക്കുകയാണ്. ഇവിടെ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിയ ശേഷം അതിന്റെ ഇൻവോയ്സിൽ സ്വർണം കടത്തിയതാകാമെന്നും ഇവർ സംശയിക്കുന്നുണ്ട്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കട. ഈന്തപ്പഴം, ബദാം, കുങ്കുമപ്പൂവ് എന്നിവ വിൽക്കുന്ന സ്ഥാപനമാണ് അൽസത്താർ ട്രേഡർ. ഷാർജയിലെ ഒബാദ ബിൻ അൽ സമേദ് സ്ട്രീറ്റിലാണ് കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന വ്യാപാര സ്ഥാപനം. അതേസമയം ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണം എത്തിച്ചത് ഭക്ഷ്യവസ്തുക്കൾ എന്ന പേരിലാണെന്ന് കസ്റ്റംസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് ബാഗേജ് അയച്ചത് UAEയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കട നടത്തുന്ന ഫാസിൽ എന്നയാളാണെന്ന് കസ്റ്റംസും കൃത്യമായി വ്യക്തമാക്കുകയാണ്. കാർഗോ ബുക്ക് ചെയ്തത് ഫാസിൽ എന്നയാളും ക്ലിയറൻസ് ഉള്ള പണം നൽകിയത് സരിത്തുമാണ്. കേസിലെ ഒന്നാം പ്രതിയായ സരിത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫാസിൽ കാർഗോ ബുക്ക് ചെയ്തതെന്നും ഭക്ഷ്യവസ്തുക്കൾ പാക്ക് ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബാഗേജിൽ സ്വർണം വച്ചത് ഫാസിൽ തന്നെയാണോ എന്ന് ഉറപ്പിച്ചിട്ടുമില്ല. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും ആയതിനാൽ തന്നെ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും കസ്റ്റംസ് പറയുകയാണ്. സരത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് കസ്റ്റംസ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 15 കോടി രൂപയോളം വിലമതിക്കുന്ന 30 കിലോ സ്വർണമാണ് കസ്റ്റംസ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത്. ആയതിനാൽ തന്നെ UAEയിൽ നിന്ന് മറ്റ് പല ഉന്നതർക്കും ഇതിൽ ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.